നമ്മൾ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ ഗ്ലാമർ മണ്ഡലമാണ്, മന്ത്രി മണ്ഡലമാണ് ഇടുക്കി. റോഷി അഗസ്റ്റിനെ നേരിടാൻ കോൺഗ്രസ് ആ സീറ്റ് ഏറ്റെടുത്ത് റോയ് കെ പൗലോസിനെ അയച്ചിരിക്കുന്നു. അഡ്വക്കേറ്റ് പ്രതീഷാണ് അവിടെ BDJSന്റെ പ്രതിനിധിയായി NDAയുടെ സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇടുക്കിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരം നടക്കുകയാണ്. റോഷി അഗസ്റ്റിൻ LDFൽ എത്തിയതിനു ശേഷവും വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ ടൈറ്റ് ആണെന്നൊരു പറച്ചിലുണ്ട്. നേരത്തെ തന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. അവിടെ എങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് അവിടെ മത്സരിച്ചത്. ആ സീറ്റ് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി കോൺഗ്രസ് ഒരുപാട് പാടുപെട്ടു. പിന്നെ സ്ഥാനാർത്ഥി ആരാകണം എന്നുള്ള ചർച്ച വന്നു. ഏറ്റവും അവസാനം റോയ് കെ പൗലോസ് മത്സരിക്കാനെത്തി. ഇത് മത്സര ചിത്രം എങ്ങനെ മാറ്റിമറിച്ചിട്ടുണ്ട് അവിടെ UDF അണികൾക്ക് വർഷങ്ങൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നതിൻ്റെ ഒരു ആവേശവും ഒരു സന്തോഷമൊക്കെ വോട്ടർമാർക്കിടയിലുണ്ട്. വളരെ ശക്തമായ ഹൈ റേഞ്ചിൽ തണുപ്പല്ല, ചിറ്റൂരിനേക്കാളും പുനലൂരിനേക്കാളും ചൂടാണ്. അത്ര തീവ്രമായ മത്സരമാണ് രണ്ട് ക്യാമ്പുകളിലും. ലെഫ്റ്റിൽ CPM സംവിധാനം റോഷിക്ക് വേണ്ടി കൈയും മെയ്യും മറന്ന് പ്രചരണ രംഗത്തും സാമ്പിളൊക്കെ ശേഖരിക്കുമ്പോൾ നമ്മൾ ജംഗ്ഷൻ സാമ്പിളൊക്കെ എടുക്കുമ്പോൾ മത്സരിച്ചിട്ടാണ് ഈ പ്രതികരണം. ഈ ഘടകകക്ഷികൾ സാധാരണ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ അങ്ങനെ ഒരു തീവ്രമായ പ്രതികരണം വോട്ടർമാർക്കിൽ നിന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പം LDFന്റെ ഭാഗത്ത് നിന്ന് റോഷിക്ക് വളരെ അടിയുറച്ചവർ പിന്നിൽ നിൽക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് PT തോമസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് റോയ് കെ പൗലോസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തട്ടകം പണ്ട് ഇടുക്കിയായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും വളരെ ശക്തമായ മത്സരമാണ്. നമ്മുടെ മൂഡ് ഓഫ് ദ സ്റ്റേറ്റിലും ഇത് വളരെ ശക്തമായ മത്സരം പ്രവഹിച്ച മണ്ഡലമാണ്. അപ്പം ഇത് നമുക്ക് ഫ്രാൻസിസ് ജോർജിനെ 5576 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ തോൽപ്പിച്ചത്. ഒരു വലിയ മാർജിൻ അല്ല. ഇത്തവണ എന്താണ് ഇടുക്കിയിൽ സംഭവിക്കുന്നത്? മന്ത്രി റോഷി അഗസ്റ്റിന് കാലിടറുമോ? ഇടുക്കിയിൽ വലിയ അത്ഭുതങ്ങൾ തീർക്കുമോ UDF? എന്താണ് ഇടുക്കിയിൽ സംഭവിക്കുന്നത്? കോർ നൽകുന്ന ട്രെൻഡ് എന്താണ്? വരട്ടെ സ്ക്രീനിൽ. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് എന്ന സർവേ രണ്ടാം സ്ഥാനത്തേക്ക് റോഷി അഗസ്റ്റിൻ മാറുന്നു. 2.80. ടൈറ്റ് ഫൈറ്റുമല്ല. 2.80 എന്ന് പറയുന്നത് അത്ര ഒരു ഹെൽത്തി ആയിട്ടുള്ള ലീഡാണോ? ഇത് ഇടുക്കിയിലെ വോട്ടർമാർ, ഈ മാതൃഭൂമി കോർ സർവേ കാണുന്ന വോട്ടർമാരോട് ഇത് റോയ് കെ പൗലോസ് മുന്നിലാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് 2.8% മുൻതൂക്കം ഉണ്ടെന്നല്ല. നമ്മൾ കണ്ട വോട്ടർമാരിൽ വളരെ ജനറൽ മൂഡ്, അതായത് അവർ കൃത്യമായി പറയുന്നു ഇത്ര പേർ റോയ് കെ പൗലോസിനെയും ഇത്ര പേർ റോഷിയെയും പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വളരെ ശക്തമായ മത്സരം. രണ്ട് ചേരിയിലായി വോട്ടർമാർ അണിനിരന്ന് രണ്ടുപേരെയും ശക്തമായി പിന്തുണയ്ക്കുന്നു. ഒരു പക്ഷേ ഒരു അഡ്വാൻറ്റേജ്, ഒരു മന്ത്രിയായിരുന്ന ഒരു സിറ്റിംഗ് MLA ആയിരുന്ന ഒരു അഡ്വാൻറ്റേജ് അവിടെ റോഷി അഗസ്റ്റിന് കിട്ടുന്നില്ല. ഒരു പുതിയ സ്ഥാനാർത്ഥിയായി വന്ന് റോയ് കെ പൗലോസിന് അഡ്വാൻറ്റേജ് കിട്ടുന്നു. ഇതൊരു പക്ഷേ ഇന്നത്തെ വേറൊരു ഘടകം കൂടി പരിശോധിക്കണം. മറ്റ് രാഷ്ട്രീയ ചോദ്യങ്ങളോടെല്ലാം UDFന് വലിയ മുൻതൂക്കം നൽകുന്ന ഒരു മണ്ഡലമാണ്. അല്ല, നേരത്തെ അഖിൽ പറഞ്ഞതുപോലെ ബേസിക്കലി ഒരു UDF മണ്ഡലമാണ്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കോൺഗ്രസുകാർക്ക് UDFകാർക്ക് കിട്ടുന്നു. ആ ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഡ്ജ് റോയ് കെ പൗലോസിനുണ്ടാകും. പക്ഷേ റോഷി UDFിലായിരുന്നെങ്കിൽ ഒരു 20,000 വോട്ട് ജയിച്ചേനല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു വളരെ വലിയ മാർജിനിൽ വന്നപ്പോഴാണല്ലോ നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ അത് ചെറിയ ഭൂരിപക്ഷമായിട്ട് കുറഞ്ഞത്. അതെ, മാത്രമല്ല നമ്മൾ BDJSന്റെ വോട്ട് ഷെയർ കുറയുന്നത് കാണണം ഒരു ഘട്ടത്തിൽ. അതായത് BDJS രൂപീകരിച്ച 2016 തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഒരു സ്വാഭാവികമായിട്ടും 17% ഇടുക്കിയിൽ വന്നിരുന്നു. ഇടുക്കിയിലെ എല്ലാ മണ്ഡലങ്ങളിലും ആ BDJS NDAയിലേക്ക് കൊണ്ടുവന്ന വോട്ടുകൾ തിരിച്ചു പോയിട്ട് BJP വോട്ടുകളും BDJS ഇട്ടാത്ത സാഹചര്യം നമുക്ക് അവിടെ കാണുന്നുണ്ട്. BJP സാമ്പിളുകൾ UDF LDF അനുകൂലമായി നിൽക്കുന്നു. അപ്പം BDJSന് ഇപ്പം ഒരു ശതമാനം, വളരെ ചെറിയ ശതമാനം BDJS വോട്ടുകളും BJP വോട്ടുകളും മാത്രമേ സമാഹരിക്കാൻ കഴിയുന്നുള്ളൂ. റോഷി അഗസ്റ്റിൻ കാൽനടയായി മലയാറ്റൂരിലേക്ക് പോയിരിക്കുകയാണ്. അത് അദ്ദേഹം പണ്ട് മുതൽ 1985 മുതലേ ചെയ്യുന്ന കാര്യമാണ്. അപ്പോ ഇടുക്കിയിൽ പൊന്നും കുരിശ് മുത്തപ്പൻ രക്ഷിക്കേണ്ടി വരും എന്നാണ് ഇപ്പോ കഠിന മലകയറ്റം ട്രെൻഡ്.